ഹായ് പ്രിയമുള്ളവരെ, ഇന്ന് ആഗസ്റ്റ് 15 വെള്ളിയാഴ്ച ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇന്ന് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. ഇന്ന് ഈ സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഞാനൊരു ചെറിയൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കൂടെ ഉള്ളത് മിസ്റ്റർ ആൽബിൻ. ഒരു ഹൈവത്തി പുള്ളി നല്ലൊരു ഡ്രൈവിംഗ് ആണ്, മൂവാറ്റുപുഴ സ്വദേശിയാണ്, എൻ്റെ ഒരു കസിനാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ചതുരംഗപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. നമുക്കറിയാം, ഈ ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം വന്യമൃഗങ്ങൾ ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഈ സാന്തൻപാറ, തേത്തൊട്ടി, ഗ്യാപ് റോഡ്, സൂര്യനെല്ലി, ആനയിറങ്കൽ, അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ആനകളും വന്യമൃഗങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. നല്ലൊരു മനോഹരമായ റൂട്ടിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം മനോഹരമായ നല്ലൊരു റൂട്ടിലൂടെയാണ് നാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ റൂട്ടിൽ നിരവധി വിനോദസഞ്ചാരികളൊക്കെ ദിനംപ്രതി കടന്നു പോകുന്ന ഒരു റൂട്ടാണ്. ഈ റൂട്ട് എന്ന് പറയുന്നത് പൂപ്പാറ, സാന്തൻപാറ, ഉടുമ്പൻചോല, നെടുങ്കണ്ടം, തേക്കടി, കട്ടപ്പന, കുമളി തുടങ്ങിയ പ്രദേശങ്ങളിലൂടെയാണ് നാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രദേശം എന്ന് പറയുന്നത് നമ്മുടെ കേരള തമിഴ്നാടിൻ്റെ അതിർത്തിയാണ്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഈ റൂട്ടിൽ ഒത്തിരി കാഴ്ചകളൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മുന്നിലൂടെ 2 യുവാക്കൾ ബൈക്കിലൂടെ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മനോഹരമായ കാഴ്ചയിലൂടെ ഈ 2 യുവാക്കൾ കടന്നു വരുമ്പോൾ നല്ല കോട്ടൊക്കെ ഇട്ടുകൊണ്ടാണ് അവർ ഇതിലൂടെ റൈഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രായമില്ലല്ലേ, വലിയ പ്രായമില്ല. പിള്ളേരുണ്ടോ? ഒരു ഹായ് വളക്കെ. എങ്ങനെയെങ്കിലും അവർക്ക് മുമ്പിൽ കണ്ട് അങ്ങനെയെങ്കിൽ കാര്യം വളക്കാം. മറ്റു കയറാം. നമ്മൾ ചതുരംഗപ്പാറ മെട്ടിൽ വന്നിരിക്കുകയാണ്. ഈ കാണുന്നത് നമ്മുടെ തമിഴ്നാടിൻ്റെ പ്രദേശമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരി, എവിടുന്ന വന്ന് കോട്ടയം, പേര് മജിദ്. അങ്ങനെയുണ്ട് ഞങ്ങളുടെ സ്ഥലങ്ങളൊക്കെ. കുഴപ്പമില്ല. അപ്പം എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, അതിൻ്റെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്.
ഇതാണ് കാറ്റാടി കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ തമിഴ്നാടിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഇതൊക്കെ ടെക്നിക്ക് എടുക്കുന്നൊരു വഴിയാണ്. സൂക്ഷിച്ച് പോയില്ലെങ്കിൽ പണി കിട്ടുമെന്നാണ് തോന്നുന്നത്. വളരെ പുൽമേടുകളിലൂടെ കടന്നു പോവുകയാണ് തമിഴ്നാടിൻ്റെ ഭാഗങ്ങളൊക്കെ കാണുവാനായിട്ട്. നല്ല സൗണ്ടാണ് കാറ്റാടി കറങ്ങുന്നത്. ഇപ്പോൾ നല്ല വെയിൽ തെളിഞ്ഞിട്ടുണ്ട്. പ്രകൃതി സമ്പന്നമായ തണുപ്പ് ഇവിടെ വരുമ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. നല്ല കൊക്കയും കോടമഞ്ഞും ഒക്കെയാണ് ഈ റോഡ്. ഇതാണ് നമ്മുടെ തമിഴ്നാട് വ്യൂ പോയിന്റ്. തമിഴ്നാടിൻ്റെ ഭാഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തേനി പട്ടണമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ ദേവാലയം നമ്മുടെ സാണ്ടൻപാറ, സാലേംകുന്ന്, സെൻറ്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയാണ് ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. മതിയായ കുന്നിൻ്റെ മേലിൽ സ്ഥിതി ചെയ്യുന്ന ഈ പള്ളി 1980 സ്ഥാപിതമായ ദേവാലയമാണ്. ഈ ദേവാലയം പുതുക്കി പണിതത് 2019 ആണ്. ഈ ദേവാലയം മോറോനവിഷയ കൂടാശ ചെയ്ത് വിശ്വാസികൾക്കായി ആരാധനയ്ക്കായി തുറന്നു കൊടുത്തത്. ഈ ദേവാലയം കൂടാശ ചെയ്തത് നമ്മുടെ കാലം ചെയ്ത പുണ്യശ്ലോകനായ ഡോക്ടർ ആബോൽമാർ ബസേലിയോസ് തോമസ് പ്രഥമൻ കാതോലിക്ക ബാവയാണ്. ഈ ദേവാലയം കൂടാശ ചെയ്ത വിശ്വാസികൾക്കായി തുറന്നു കൊടുത്തത്. ആദ്യമായി ശ്രേഷ്ഠ കാതോലിക്ക ബാവയെ
ഈ സമയത്ത് ശിരസ് നമിച്ച് നന്ദിയോടെ നമുക്ക് സ്മരിക്കാം. ഈ കാണുന്നത് വികാരിയച്ഛൻ താമസിക്കുന്ന ക്വാർട്ടേഴ്സാണ്. ഇവിടുത്തെ നമ്മുടെ വികാരി എൽദോമോൻ നടുപ്പേൽ എന്ന് പറയുന്ന ഒരു കൊച്ചച്ഛനാണ് ഇവിടുത്തെ നമ്മുടെ ഇപ്പോഴത്തെ വികാരി. നമ്മുടെ ബാവ തിരുമേനിയുടെ സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ച അച്ഛനാണിപ്പോൾ ഇവിടുത്തെ വികാരി. ഏകദേശം 25 വീട്ടുകാരുള്ള ഈ ദേവാലയം മനോഹരമായ കുന്നിൻ്റെ മേലിലാണ് ഇരിക്കുന്നത്. ഇവിടുത്തെ പെരുന്നാൾ മെയ് മാസം 5, 6 തീയതികളിലാണ് ഈ ദേവാലയത്തിൻ്റെ പെരുന്നാൾ എന്ന് ഈ സമയത്ത് അറിയിക്കുകയാണ്. അങ്ങനെ നമ്മൾ ചരിതങ്കപ്പാറ കറങ്ങാൻ പോയി തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഡ്രൈവർക്ക് ഈ യാത്രയെക്കുറിച്ച് 2 വാക്ക് സംസാരിക്കുക. എനിക്കൊന്നും പറയാനില്ല. നല്ല മഴയായിരുന്നു. മഴ കൊണ്ട് വീട്ടിൽ ചെല്ലണം അടുത്ത പനി പിടിക്കുന്നതിന് മുമ്പ്. നല്ല മഴയത്ത് കറങ്ങാൻ കൊണ്ടുപോയ ഡ്രൈവർക്ക് എല്ലാവിധമായ ആശംസകളും പ്രാർത്ഥനകളും ഈ സമയത്ത് അറിയിക്കുകയാണ്. താങ്ക് യു. ജീവിതത്തിൽ ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകണമെന്നും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. നല്ല വിവേകവും ബുദ്ധിയൊക്കെയുള്ള ഒരു ഡ്രൈവറാണ് അദ്ദേഹം എന്ന് ഈ അവസരത്തിൽ അറിയിക്കുകയാണ്.